വിശുദ്ധ കുരിശിൻ്റെ ഇടയാൾത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. യേശയ്യാ 39 അധ്യായം ഹിസ്കിയാവിൻ്റെ അഹങ്കാരവും ഭാവിയിലെ പ്രവചനവും സംബന്ധിച്ച സംഭവമാണ്. ബാബിലോൺ രാജാവിൻ്റെ ദൂതന്മാർ ഹിസ്കിയാവിനെ സന്ദർശിക്കുമ്പോൾ അവൻ തൻ്റെ ഭണ്ഡാരങ്ങളും ശക്തിയും മുഴുവൻ അവർക്ക് കാണിച്ചു കൊടുക്കുന്നു. ഇതിനെ തുടർന്ന് പ്രവാചകനായ യേശയ്യാവ് അവനെ ശാസിക്കുകയും ഭാവിയിൽ ബാബിലോൺ യഹൂദയെ കീഴടക്കുമെന്ന പ്രവചനം നൽകുകയും ചെയ്യുന്നു. യേശയ്യാ 40 അധ്യായം ദൈവജനത്തിന് ആശ്വാസവും പ്രത്യാശയും നൽകുന്ന സന്ദേശമാണ്. യഹോവയുടെ മഹത്വം വെളിപ്പെടും. അവൻ തൻ്റെ ജനത്തെ കരുതുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യും. മനുഷ്യരുടെ ദുർബലതയേക്കാൾ ദൈവത്തിൻ്റെ ശക്തിയും കരുണയും മഹത്തായതാണ്. ഒരു സ്വരമുയരുന്നു, മരുഭൂമിയിൽ കർത്താവിന് വഴിയൊരുക്കുവിൻ, വിജനപ്രദേശത്ത് നമ്മുടെ ദൈവത്തിന് വിശാലവേദി ഒരുക്കുവിൻ. യേശയ്യാ 40 അധ്യായം 3 തിരുവചനം. ഇടയനെപ്പോലെ അവിടുന്ന് തൻ്റെ ആട്ടിൻകൂട്ടത്തെ മേയ്ക്കുന്നു. അവിടുന്ന് ആട്ടിൻകുട്ടികളെ കരങ്ങളിൽ ചേർത്ത് മാറോടണച്ച് തള്ളയാടുകളെ സാവധാനം നയിക്കുന്നു. യേശയ്യാ 40 അധ്യായം 11 തിരുവചനം. യേശയ്യാ 41 അധ്യായം ദൈവത്തിൻ്റെ കരുതലും ശക്തിയും ജനങ്ങൾക്ക് ഉറപ്പു നൽകുന്നു. വിഗ്രഹങ്ങൾ ഒന്നുമല്ല, എന്നാൽ യഹോവ തൻ്റെ ജനത്തെ ശക്തിപ്പെടുത്തുകയും രക്ഷിക്കുകയും ചെയ്യുന്നു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. എൻ്റെ വിജയകരമായ വലതുകൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. യേശയ്യാ 41 അധ്യായം 10 തിരുവചനം. യേശയ്യാ 42 അധ്യായം ദൈവത്തിൻ്റെ പുത്രനായ മിശിഹായുടെ ദൗത്യം വ്യക്തമാക്കുന്നു. കരുണയോടെ നീതി കൊണ്ടുവരിക, അന്തർക്ക് പ്രകാശം നൽകുക, തടവുകാരെ മോചിപ്പിക്കുക. വിഗ്രഹങ്ങളൊന്നുമല്ല, യഹോവ മാത്രമാണ് മഹത്വം സ്വീകരിക്കേണ്ടത് എന്ന് ഇവിടെ വ്യക്തമാക്കുന്നു. ഇതാ ഞാൻ താങ്ങുന്ന എൻ്റെ ദാസൻ, ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ പ്രീതിപാത്രം. ഞാൻ എൻ്റെ ആത്മാവിനെ അവന് നൽകി, അവൻ ജനതകൾക്ക് നീതി പ്രദാനം ചെയ്യും. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിൻ്റെ അനന്തശക്തിയാൽ ആത്മാവിൻ്റെ ബലങ്ങളും ദാനങ്ങളും നൽകി തീക്ഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.